സർക്കാരിന്റെ പരാജയം തന്നെ. വിലയുടെ എല്ലാ കാര്യം, ഇവിടെ സാധനങ്ങള് വില കയറിയതിന്റെ എല്ലാ കാര്യം ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പൈസ കിട്ടുന്നുണ്ട്. എന്നാ ഞങ്ങക്ക് പറയാൻ പറ്റില്ല, എനിക്ക് കിട്ടുന്നുണ്ട്, ആ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കുറച്ച് മുടക്കുണ്ട്, ഒരു 4 അല്ല അത് നിസ്സാരമാണ്. 4 കൊല്ലല്ല 4 മാസം കൊടുക്കണം. ചട്ടിയായിട്ട് കൊണ്ടുനടക്കുന്ന അത് അറിയില്ല അയാൾ. ആഘോഷത്തിന് വേണ്ടിയാണ് അവർ പൈസ ചെലവാക്കുന്നത്. ദൂർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 4ാം വാർഷികം തികച്ചും ദൂർത്താണ്. സാധാരണ ജനങ്ങളുടെ കാര്യം ഒന്ന് പരിഗണിക്കണം. അവരുടെ കണ്ണീര് വീഴ്ത്തുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാരിനും ഗുണകരമല്ല. ഞണ്ട്, കോഴി, ചെമ്മീൻ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവർ ഏറ്റവും കൂടുതൽ തിന്നണത്. ഇതിനൊക്കെ കാശ് എവിടുന്നാണ്? സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്കാണ് ഇപ്പൊ പോണത് കേരളം. എറണാകുളം ആശുപത്രിയിൽ ഇപ്പൊ ചെന്ന് നോക്കി, അതിനകത്ത് നോക്കിയിട്ട് വെള്ളമില്ല. പിന്നെ ഇവിടെ നിന്നിട്ട് നേരെ അറ്റത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് വേണം വെള്ളം എടുക്കാൻ. ഒരു വശത്ത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ മറുവശത്ത് 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം തകൃതിയായി ആഘോഷിക്കുകയാണ്. ഇത് ഒരു ധൂർത്താണോ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. തൂർത്ത് തന്നെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഇവിടെ സമൂഹത്തിൽ ആശാ വർക്കറിന്റെ ഒക്കെ സമരം കണ്ട നിങ്ങൾക്ക് 24 മണിക്കൂറും പണിയെടുത്തിട്ട് പോലും അർഹതപ്പെട്ട കൂലി കിട്ടാത്തത് അത് ഈ സർക്കാരിന്റെ പരാജയം തന്നെയാണ്. അത് ഒത്തുതീർപ്പാക്കണ്ടേ? അവർ ചോദിക്കുന്ന ന്യായമായ ആവശ്യമല്ലേ, അത് അംഗീകരിച്ചു കൊടുക്കാതെ ഈ സമരം നീട്ടിക്കൊണ്ടുപോയി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇത് പരാജയം തന്നെയാണ്, ഈ സർക്കാർ പരാജയം തന്നെ. അത് പിണറായി സർക്കാർ അല്ലാണ്ട് ഇതേമാരെ ഒരു ഭരണം കാഴ്ചവെക്കാൻ പറ്റില്ല. നല്ല തൻ്റെ ഇടമുള്ള വ്യക്തിയാണ്, മനസ്സിലായ? ഇതെല്ലാം പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടും ഈ കള്ളന്മാര് ഉള്ള നുണകളൊക്കെ പറഞ്ഞിട്ട് അയാളെ പിടിച്ച് ജയിലിലിടാൻ സാധിച്ച. കള്ളനാണെങ്കിൽ അവന് ജയിലിലിടണമല്ലോ. അത് ഇന്നവരെ അതല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമല്ലോ. അതിനാണല്ലോ ഇവിടെ ഇന്റലിജൻസ് ഒക്കെ ഉള്ളത്. അവരത് പിടിച്ച് ആ തെളിവ് സഹിതം ജയിലിലിടണം. അതാണ് വേണ്ടത്. മുഖ്യമന്ത്രി ആയാലും കൊള്ളാം, ഞാനായാലും കൊള്ളാം, താനായാലും കൊള്ളാം. ഈ സർക്കാർ കയറിയിട്ട് 1600 1500 കൊടുക്കാന്ന് പറഞ്ഞ് അത് 1600 ആക്കി ഇപ്പോഴും നിരന്തരം കൊടുത്തോണ്ടിരിക്കുന്നു. അന്ന് 400 രൂപ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് സാധനങ്ങൾക്കും 20 രൂപയും പെട്രോളിന് 50 രൂപയും വില ഉണ്ടായിരുന്നുള്ളൂ. 1500 രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ പെട്രോളിന് 100 രൂപയും പച്ചക്കറിക്ക് 50 വിലയുടെ എല്ലാ കാര്യം ഇവിടെ സാധനങ്ങള് വില കയറിയതിന്റെ എല്ലാ കാര്യം. സാധനങ്ങളുടെ വിലക്കയറ്റം അല്ല കാര്യം. ആ ഗവൺമെന്റ് ഇത് ശ്രദ്ധിക്കുക. ആ ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങള് 100% നടപ്പിലാക്കിയവര് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പൈസ കിട്ടുന്നുണ്ട്. എന്നാ ഞങ്ങക്ക് പറയാൻ പറ്റില്ല, എനിക്ക് കിട്ടുന്നുണ്ട്, ആ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കുറച്ച് മുടക്കുണ്ട്, ഒരു 4 അല്ല അത് നിസ്സാരമാണ്. 4 കൊല്ലല്ല 4 മാസം 4 കൊല്ലം 6 കൊല്ലം വരെ കോൺഗ്രസ് ഭരിച്ചപ്പോ കിട്ടാനുണ്ട്. ഇടുക്കിയിലൊരു മറിയക്കുട്ടി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരിക്കുവോ? ഇടുക്കിയിലൊരു മറിയക്കുട്ടി എന്ന് പറഞ്ഞൊരു ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച. എനിക്ക് ശരിക്കും അറിയില്ല. മികച്ച ഒരു മറുപടി. ശരി, എന്നാൽ കൊടുക്കണം. ചട്ടിയായിട്ട് കൊണ്ടുനടക്കുന്ന അത് അറിയില്ല അയാൾ. ആരുടെ കാശാണ് കൊടുക്കുന്നത്? ഇത് ജനങ്ങളുടെ കാശാണ്. അത് ഒരു ഇതായിട്ട് അവരെ കൊടുക്കണം. 1600 കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇതിനെ ഇത്ര വലുതായിട്ട് കാണിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ആഘോഷത്തിന് വേണ്ടിയാണ് അവർ പൈസ ചെലവാക്കുന്നത്. ദൂർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആശാവർക്കന്മാരുടെ സമരത്തിനെ പറ്റി എന്താണ് അപ്പോൾ പറയാനുള്ളത്? അവരുടെ ന്യായമായ സമരമല്ലേ? ആശമാരുടെ സമരം അത് മാത്രമല്ല, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ അവസരത്തിൽ പിണറായി വിജയന്റെ ഈ ഗവൺമെന്റിന്റെ 4ാം വാർഷികം തികച്ചും ദൂർത്താണ്. ജനങ്ങളുടെ നേരെയുള്ള വെല്ലുവിളിയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. കോടികളുടെ കടം സംസ്ഥാനം വരുത്തി വെച്ചിട്ട് ഇത് ഒരു പ്രഹസനം. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇന്ന് രാജ്യം വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, അതായത് ഈ കാശ്മീരിലെ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യം കടുത്ത പ്രതിസന്ധിയിൽ, കടുത്ത അമർഷവും വിഷമവും വേദനയും ഏൽക്കുന്ന ഈ സാഹചര്യത്തിൽ, അതുകൂടാതെ പോപ്പ് മരണപ്പെട്ടതിൻ്റെ ദുഃഖാചരണത്തിൻ്റെ ഈ വേളയിൽ തന്നെ കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. ദൂർത്തായിട്ട് തോന്നുന്നില്ല. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ സമരം ചെയ്യണ അവർക്കൊന്നും ഒരു പ്രത്യേക പരിഗണന കൊടുക്കണില്ല എന്നുള്ളതാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ ആൾക്കാർക്കാണ് പ്രയോജനമുള്ളൂ.
ഇനിയിപ്പോൾ റോഡുകളുടെ കാര്യത്തിലൊക്കെ നല്ല റോഡുകളായിട്ടുണ്ട്, സർക്കാരിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ആധിപത്യമാണോ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. നമുക്കതങ്ങനെയല്ല, സർക്കാർ എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പരിഹരിക്കണം എന്നാണ് എൻ്റെ ഒരു ധാരണ. അത്രേ ഉള്ളൂ. എല്ലാം എനിക്ക് മതപരമായിട്ടൊന്നും പറയാൻ എനിക്കില്ല. അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ വരുന്ന അതറിയില്ല, അത് ജനങ്ങളുടെ സപ്പോർട്ട് ആയിരിക്കും. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടുണ്ട്, കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും സാധാരണ ജനങ്ങളുടെ കാര്യം ഒന്ന് പരിഗണിക്കണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അഭ്യർത്ഥന ദൂരത്ത് തന്നെയാണ്. അത് കാര്യമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ആശാവർക്കർമാർ. കണ്ണടക്കുന്നില്ലല്ലോ, അതിനെതിരെ കണ്ണടക്കുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്ന പറഞ്ഞത് പത്രസമ്മേളനത്തിൽ കണ്ടായിരുന്നല്ലോ. ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കണമല്ലോ. ഒരു ദൂർത്താണത്. ഒരു വശം നോക്കുമ്പോൾ ചെയ്യണ ജോലിക്ക് കൂലി കൊടുക്കാതെ അവരെ ഇട്ട് നരകിച്ചവരവിടെ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ദൂർത്ത് നടത്തണം, ദൂർത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാടുള്ള ഈ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് വളരെ മോശമായ ഒരു അഭിപ്രായം. ഇപ്പോൾ LDF 4ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ആശാ വർക്കേഴ്സ് സമരം തുടങ്ങിയിട്ട് 3 മാസമാകാൻ പോകുന്നു. അത് തീർത്തു കൊടുക്കാത്തതിൽ വലിയ തെറ്റാണ് അവർ ചെയ്യുന്നത്. അത് തീർക്കണം. അവർ തുച്ഛമായ വരുമാനമുള്ളവരാണ്. അപ്പോൾ അതൊരു എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിണറായി 4ാം വാർഷികം നടക്കുന്നത് ഒരു ദൂർത്തായിട്ട് തോന്നുന്നുണ്ടോ? അത് താരതമ്യേന ചെറിയ ദൂർത്തായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ദൂർത്താണ്, സംശയം വേണ്ട. ആശാവർക്കറുടെ കണ്ണീരാണ് അവിടെ വീണുകൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് ഒരമ്മ സമരത്തിന് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ എത്രമാത്രം സങ്കടത്തോടു കൂടിയാണെന്നറിയോ പുറത്തേക്ക് അറിയാം. അമ്മമാർക്കറിയാം ഒരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എന്താണ്. അപ്പം ഇത്രയും ദിവസമായിട്ടും അവരുടെ കാര്യത്തിൽ നല്ലൊരു ഇടപെടൽ നടത്താതെ അവരുടെ കണ്ണീര് വീഴ്ത്തുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാരിനും ഗുണകരമല്ല. അതും വിശ്വസിക്കുന്നില്ല. ആ പൈസ എടുത്ത് അവർക്ക് കൊടുക്കാൻ പാടില്ലേ? ഇവന്മാരതാണ് ചെയ്യണേ. ഇവന്മാർ ഒരു നേരം കഴിക്കണ ആഹാരം എന്താണ്? കഴിക്കുന്നത് ഞാട്, ഞണ്ട്, കോഴി, ചെമ്മീൻ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവർ ഏറ്റവും കൂടുതൽ തിന്നണത്. ഇതിനൊക്കെ കാശ് എവിടുന്നാണ്? ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കണല്ലേ. ഭാവികൾക്ക് വേണ്ടിയിട്ട് ഇവർ ജീവിക്കണമെന്ന് അവർ പറയണു. പക്ഷെ പാവങ്ങളെ കൊണ്ട് ഇവർ ജീവിക്കണ അല്ലേ? ഇപ്പോൾ ഒരു അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ പള്ളിയുടെ മുമ്പിൽ തെണ്ടികൾ ഇരുന്ന് അവർ സമ്മതിക്കുമോ? അകത്ത് ഇത്ര തെണ്ടികളുള്ള സ്ഥിതിക്ക് അല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇനി ഇത് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കള്ളന്മാരായിപ്പോയി, മുതുകള്ളന്മാരായിപ്പോയി. എത്ര കോടി രൂപയുടെ വാഹനത്തിലാണ് ഇവർ സഞ്ചരിക്കണേ? ഇതൊക്കെ എവിടെ നിന്നാണ്? യേശുക്രിസ്തു വന്ന് കഴുതപ്പുറത്ത് അറിഞ്ഞില്ലേ? അപ്പം അതൊന്നും വലിയ കാര്യമൊന്നും അയാൾ കാലിത്തൊഴുത്തിലായി ജനിച്ചേ. ദൂർത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂർത്തല്ലേ. ആശാവർക്കന്മാർക്ക് 100 രൂപ കൂട്ടി കൊടുക്കുന്നില്ല. ഇവിടെ കോടികൾ ചെലവഴിച്ച് ദൂർത്തടിക്കല്ലേ. അതാണ് പ്രശ്നം. തൊഴിലാളി പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തൊഴിലാളി പാർട്ടിയല്ലേ ഇവരെ ആശാവർക്കന്മാർ. അവർക്ക് 100 രൂപ കൊടുക്കുന്നില്ല. 100 കോടി മറ്റേ ദൂർത്തടിക്കാൻ കാശുണ്ട്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്കാണ് ഇപ്പോൾ പോണത് കേരളം. ദൂരത്ത് പറഞ്ഞാൽ ദൂരത്തിൻ്റെ ദൂരത്താണ്. ഇത് അംഗീകരിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അവരുടെ പാർട്ടികൾക്ക് തന്നെ പറ്റുന്നത് അംഗീകരിക്കാൻ. പിന്നെ ദൂരത്താണല്ലോ ഇവിടെ ആളുകൾ ഭക്ഷണി കിടക്കണത്. ഇപ്പോൾ ഉണ്ടാലും പണിയില്ല ആൾക്കാർക്ക്. ആടക്കാണ് ഇപ്പോൾ ഇത്രയും കാശ് മുടക്കണത്. അത് ശരിയാണ്, ദൂരത്താണല്ലോ. ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ദൂരത്തായിട്ട് തന്നെ കാണുന്നത്, അല്ലാണ്ട് വേറൊന്നുമില്ല. അല്ല, അതിപ്പോ നമ്മൾ പറയേണ്ട കാര്യമില്ല, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അത് അവർക്ക് കിട്ടേണ്ടതല്ലേ, അത് അവകാശമല്ലേ അവരുടെ. ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടണ്ടേ. ഇപ്പം ഞാനാണെങ്കിലും നമുക്ക് ജോലി ചെയ്താൽ കിട്ടിയില്ലെങ്കിൽ മതിക്കാം. അവർ ചെയ്യുന്ന അവരുടെ ന്യായമാണ്. അതിൻ്റെ ആവശ്യമില്ല. എന്തിനാ ഈ കോടികൾ മുടക്കിയിട്ട് എന്താ കാര്യം? ഇപ്പം ഇന്നലെ രാത്രി വന്ന് കിടക്കണേ ആസ്പത്രിയിൽ. അവിടെ വന്നിട്ട് കുടിക്കാനും എല്ലാം കാണിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ആഘോഷമായ നല്ല മോടി പിടിപ്പിച്ച് അവിടെ വെള്ളം പൈപ്പ് റോട്ടിൽ നിന്ന് പൈപ്പിലെടുക്കാം. എറണാകുളം ആസ്പത്രിയിൽ ഇപ്പം ചെന്ന് നോക്കി, അതിനകത്ത് നോക്കിയിട്ട് വെള്ളമില്ല. പിന്നെ ഇവിടെ നിന്നിട്ട് നേരെ അറ്റത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് വേണം വെള്ളം എടുക്കാൻ. ഈ കുപ്പിയിലാ അതിനകത്തൊന്നും. എന്തിനാ രാവിലെ പുറത്തുള്ളവർക്ക് ഇങ്ങനെ റോട്ടിൽ എന്തിനാ ആസ്പത്രി വക വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയോ ദൂരം നടന്നിട്ടാണ് പിന്നെ ഒരു തുള്ളി വെള്ളം നമുക്ക് കുടിക്കാൻ. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നിനും ഒന്നും കൊള്ളൂല. കോടികൾ മുടക്കണം. അവർ
ഉള്ളിലോട്ട് വിടാനുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങൾ ഒരുപാടുണ്ട്. തീരദേശവാദ UDF ഭരണകാലത്തെ റോഡാണ് ഇപ്പൊ അവിടെ ഉള്ളത്. ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ റോഡ് എന്ത് സുഖകരമായ യാത്രയിൽ ഇതാക്കാം. വാട്ടർ മെട്രോയുടെ സർവീസിന് എങ്ങനെയുണ്ട്? ദൂരത്തല്ല, അതുകൊണ്ട് തന്നെ. ഇതിലും നല്ലൊരു ഗവൺമെന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അനുഭവം ഉണ്ടാകില്ലെന്നുള്ള. അല്ല, നിങ്ങൾക്ക് BJP ഗവൺമെന്റ് നല്ലതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, അത് ശരിയാവില്ല. എന്ത് കാര്യം നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും, നമുക്ക് ആ ലക്ഷ്യമില്ല. അത് പ്രാക്ടിക്കലാണ്. ഒരു ദൂരത്തായിട്ട് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോൾ? തീർച്ചയായിട്ടും മൊത്തത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പം എല്ലാവർക്കും പണി കുറവാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ആ സമയത്ത് ഇത് ചെയ്യുന്നത് തെറ്റായിട്ട് തോന്നുന്നു. വിജയ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് വാർഷികാഘോഷം ഒരു വിജയം ഉണ്ടാവൂല. ആദ്യത്തെ വിജയം അവരുടെ നല്ല, രണ്ടാമത്തെ ഭരണം തെറ്റായിട്ട് തോന്നി. ഒരു ഭരണമാറ്റം ഉണ്ടായാലേ കേരളത്തിലെ നടപ്പ് ശരിയാവുള്ളൂ തോന്നുന്നുണ്ടോ? കേരളത്തിൽ 2 പാർട്ടിയും കണക്കാണ്. നമ്മൾ പിന്നെ ആരോടാണ് പറയേണ്ടത്? ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന നമ്മൾ. അതിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെയുള്ള ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ ഇടപെട്ടിട്ട് കാര്യം നടന്നിട്ടില്ല. സർക്കാർ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു വാർഷികാഘോഷം ഒരു ദൂർത്തായിട്ടാണോ തോന്നുന്നത്? ദൂർത്തെന്ന് പറയാൻ പറ്റില്ല. ആഘോഷം ഒരു ആവശ്യമാണ്. ജനങ്ങളിൽ എത്തിക്കണമല്ലോ. ഇവരുടെ വികസനങ്ങളെ കുറിച്ചെല്ലാം ജനങ്ങൾ അറിയണം, വേണം. അതിൻ്റെ കൂടെ ദൂർത്ത് ഒഴിവാക്കിയുള്ള ഇതാണ് നല്ലത്. ദൂർത്തെന്ന് പറയാൻ പറ്റൂല. പറയാൻ പറ്റും. ഒരു ഭരണകൂടമുള്ള അപ്പൊ ദൂരത്ത് എന്ന് പറയാം. അത് ഇപ്പൊ ഏത് പാർട്ടി വന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഇടതുപക്ഷം മാത്രമല്ല, ഏത് ഗവൺമെന്റ് വന്നാലും അതങ്ങനത്തെ ദൂരത്തൊക്കെ പറഞ്ഞ പതിവാണല്ലോ. അത് ഗവൺമെന്റ് അതിനുള്ള പരിഹാരം എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അതാകും. അത് ഈ സമയമുണ്ടല്ലോ. ആശാവർക്കർമാരുടെ സമരം, അതുപോലെ തന്നെ CPO റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച സമരം, ഇതൊക്കെ വന്നു. ഇതൊക്കെ അപ്പൊ നെഗറ്റീവായിട്ടൊരു ഷെയ്ഡ് ഉണ്ടാക്കി. അതൊക്കെ മാറ്റിക്കോളും. തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പിണറായി അത് സെറ്റിൽ ചെയ്യും. അതിനുള്ള കാശൊക്കെ ആളുടെ കയ്യിലുണ്ട്. അതൊക്കെ ഒന്ന് മേടിച്ചു വെച്ചിട്ടുണ്ട് മുതലാളിമാരുടെ കയ്യിൽ. രാഷ്ട്രീയമല്ലേ, എല്ലാത്തിലും അന്തർധാര ഉണ്ടാവും. അത് രാഷ്ട്രീയത്തിൽ അങ്ങനെ കളവേതായാലും നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും പിടിക്കുന്നത് 5 വർഷം കൂടി ആള് ഭരിച്ചതിന് ശേഷം പിടിക്കുള്ളൂ.